ഗവർണറെ വിടാതെ സിപിഐ അർലേക്കറെ തിരിച്ചു വിളിക്കണമെന്ന് രാഷ്ട്രപതിക്ക് കത്ത്. ആർഎസ്എസ് ചിത്രം സർക്കാർ പരിപാടികളിൽ അനുവദിക്കില്ല. പി പ്രസാദിന്റെ MLA ഓഫീസിന് മുന്നിൽ ഭാരതാംബയുടെ ചിത്രം വെച്ച് BJP പ്രതിഷേധം. സംസ്ഥാനത്ത് ബലിപെരുന്നാൾ നാളെ. അവധി വിവാദം നിലമ്പൂരിൽ പ്രചരണ വിഷയമാക്കി UDF-ഉം PV അൻവറും. പ്രീണന രാഷ്ട്രീയമെന്ന് BJP. KC വേണുഗോപാലിന്റെ പെൻഷൻ പരാമർശം സജീവമായി നിലനിർത്തി CPM. ഷൈൻ ടോം ചാക്കോയും കുടുംബവും സഞ്ചരിച്ച കാർ ലോറിയുമായി കൂട്ടിയിടിച്ച് അപകടം. അച്ഛൻ ചാക്കോ മരിച്ചു. ഷൈനിനും അമ്മയ്ക്കും പരുക്ക്. അപകടം തമിഴ്നാട്ടിലെ ധർമ്മപുരിയിൽ ബംഗളൂരുവിലേക്കുള്ള യാത്രക്കിടെ. ബംഗളൂരു ദുരന്തത്തിൽ കോഹ്ലിയെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം. അറസ്റ്റ് കോഹ്ലി ഹാഷ്ടാഗ് ട്വിറ്ററിൽ ട്രെൻഡിംഗ്. സംഭവത്തിൽ RCB മാർക്കറ്റിംഗ് മേധാവിയും ഇവന്റ് മാനേജ്മെന്റ് പ്രതിനിധിയും അടക്കം 4 പേർ അറസ്റ്റിൽ. കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ ഒളിവിലെന്ന് പോലീസ്. തിരുവനന്തപുരം നേമത്ത് 4ാം ക്ലാസ്സുകാരി വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ. ആത്മഹത്യയെന്ന് പ്രാഥമിക നിഗമനം. അമ്മ ശകാരിച്ചതിലെ മനോവിഷമം മൂലമെന്ന് സംശയം. കിളിമാനൂരിൽ വ്യാജ പോക്സോ കേസ് പ്രചരിപ്പിച്ച അധ്യാപികയ്ക്കെതിരെ പോക്സോ ചുമത്തി. എലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് കമ്പനിക്ക് ഇന്ത്യയിൽ പ്രവർത്തനാനുമതി. സാറ്റലൈറ്റ് വഴി ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കുന്ന കമ്പനിക്ക് അനുമതി കിട്ടുന്നത് ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം. ഇന്ത്യൻ കമ്പനികൾക്ക് കനത്ത വെല്ലുവിളി. പഹൽഗാം ഭീകരതയ്ക്ക് ശേഷമുള്ള ആദ്യ കശ്മീർ സന്ദർശനത്തിൽ പാകിസ്ഥാനെ കടന്നാക്രമിച്ചു മോദി. കശ്മീരികളുടെ ഉപജീവന മാർഗം തകർക്കാനാണ് പാകിസ്ഥാൻ ശ്രമിച്ചതെന്ന് പ്രധാനമന്ത്രി. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ ചെനാബ് ആർച്ച് പാലം രാജ്യത്തിന് സമർപ്പിച്ചു. ഉപകരണങ്ങളില്ല. തിരുവനന്തപുരം ശ്രീചിത്രയിൽ ഗുരുതര പ്രതിസന്ധി. തിങ്കളാഴ്ച മുതൽ റേഡിയോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയകൾ മുടങ്ങും. 100 കണക്കിന് രോഗികൾ പ്രതിസന്ധിയിൽ. ഉപകരണങ്ങൾ വാങ്ങാനുള്ള കരാർ പുതുക്കിയില്ലെന്ന് ഡോക്ടർമാർ.